പ്രിയമുള്ളവരെ, യേശുവിനെ കുരിശിൽ തറച്ച് കൊന്നത് എന്തിന്? യേശു ക്രിമിനലാണോ? യേശു ക്രിമിനൽ ആണോ? ആണെങ്കിൽ അവൻ ചെയ്ത കുറ്റമെന്ത്? അവന് വധശിക്ഷ വിധിച്ചത് എന്തിൻ്റെ പേരിൽ? അവനെ വധശിക്ഷയ്ക്ക് വിധിച്ച പിലാത്തോസ് തന്നെ പറയുന്നു, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. എന്നിട്ടും അവൻ്റെ മേൽ ക്രൂശ് മരണം ചുമത്തി. ഇതിന് ന്യായീകരണം എന്താണ്? ഒരു കുറ്റവും ചെയ്യാത്ത ഒരു നിരപരാധിയെ വധശിക്ഷയ്ക്ക് വിധിച്ച പിലാത്തോസിൻ്റെ പേരിൽ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിച്ചില്ല? ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനാരുത്തരം പറയും? ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ആ കേസ് തെളിയുന്നത് വരെ അതിൻ്റെ അന്വേഷണം നടക്കുമല്ലോ. അകാരണത്താൽ, ഒരു കാരണവുമില്ലാതെ ഒരു ജഡ്ജി തന്നെ പറയുന്നു, ഞാൻ അവൻ്റെ മേൽ ഒരു കുറ്റവും കാണുന്നില്ല, ക്രൂശ് മരണത്തിന് ശിക്ഷിക്കത്തക്ക യാതൊരു വിധത്തിലുള്ള കുറ്റവും ഞാൻ അവനിൽ കാണുന്നില്ല. എന്നിട്ടും അവനെ വധശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രമാത്രം കടുത്ത വിദ്വേഷവും പകയും ഈർഷ്യയും വെറുപ്പും ഈ പറയുന്ന യഹൂദന്മാർക്കുണ്ടാകാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് അവർ യേശുവിനെ ഇത്രമാത്രം വെറുക്കാൻ കാരണം? അതുപോലെ ഈ റോമ ചക്രവർത്തിയുടെ കീഴിലുള്ള റോമൻ ഭരണം നിലനിൽക്കുന്ന യെരുശലേമിൽ യേശുവിനെ അകാരണമായി ക്രൂശിക്കേണ്ട കാര്യം എന്താണ് ഈ റോമ ഭരണാധികാരികൾക്കുള്ളത്? ഇങ്ങനെ പലതും നമുക്ക് അറിയേണ്ടതുണ്ട്. രാഷ്ട്രീയപരമായ കാരണങ്ങൾ എന്ന് പറയുന്നത്, യേശുവിനെ അന്നത്തെ റോമ ഭരണകൂട ഭയപ്പെട്ടിരുന്നു. സത്യത്തിൽ യേശു അവർക്കൊരു ഭീഷണിയായിരുന്നു. യഹൂദന്മാരുടെ രാജാവ് എന്ന് അവൻ തന്നെത്താൻ വിശേഷിപ്പിച്ചു എന്നുള്ളതാണ്. അവൻ ആരാണ്? യഹൂദന്മാരുടെ രാജാവാണ്. ഇവിടെ രാജഭരണം നിലനിൽക്കെ, റോമാഭരണം നിലനിൽക്കെ, യഹൂദന്മാരിൽ നിന്നും ജനിച്ചവനായ ഒരുവൻ പറയുന്നു, ഞാൻ യഹൂദന്മാരുടെ രാജാവ്. അവനെ ആരാണ് രാജാവാക്കിയത്? അപ്പോൾ രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കാനുള്ളതായ ഭീഷണിയാണ് അവൻ മുഴക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ജനസ്വാധീനവും വിശ്വാസവും വർദ്ധിച്ചു. അതോടുകൂടി റോമാ ഭരണകൂടത്തിന് അവൻ്റെ മേലുള്ള ശങ്ക വർദ്ധിച്ചു വന്നു. അതിൽ റോമ ഭരണം വിരളി പൂണ്ടു. യേശു ഒരു ജനപ്രക്ഷോഭം നയിക്കുകയുണ്ടായിട്ടില്ല. വിപ്ലവകരമായ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. ഒരു ഭരണകർത്താവിനുമെതിരെ ശബ്ദിച്ചിട്ടില്ല. ആ യേശു ക്രിസ്തുവിനെ എന്തിനവർ ഭയക്കണം? ജനങ്ങളുടെ പങ്കാളിത്തം. ജനലക്ഷങ്ങൾ ക്രിസ്തുവിൻ്റെ പുറകിലായിരുന്നു. അവനെ യഹൂദന്മാർ രാജാവാക്കാൻ ശ്രമിച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നമുക്കത് കാണാം. ജനങ്ങൾ അവനെ യഹൂദന്മാരുടെ രാജാവാക്കി വാഴിക്കാൻ
തീരുമാനമെടുത്ത് പുറപ്പെട്ടു. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഭരണകൂടത്തെ ചൊടിപ്പിച്ചതും അവനെ കൊല്ലാനുള്ള കാരണവും. മറ്റൊന്ന്, മതപരമായ കാരണങ്ങൾ പലതുമുണ്ട്. യേശുവിൻ്റെ പ്രബോധനവും ദൈവരാജ്യ പ്രവൃത്തികളും യഹൂദന്മാരെ വല്ലാതെ പ്രകോപിപ്പിച്ചു. യഹൂദന്മാർക്ക് നിലവിൽ തെരുവിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത വിധത്തിൽ അത്ര പ്രയാസങ്ങൾ നേരിട്ടു. എന്തുകൊണ്ടെന്നാൽ അവരുടെ കപടഭക്തി, അവരുടെ ദൈവത്തോടുള്ളതായ ആ കപടഭക്തി യേശു തുറന്നു കാണിച്ചു. വെള്ള തേച്ച ശവക്കല്ലറകളെ എന്നാണ് അന്നത്തെ യഹൂദ പുരോഹിതന്മാരെ കർത്താവ് വിശേഷിപ്പിച്ചത്. അവരുടെ ഓരോ തരത്തിലായ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കി കർത്താവ്. അതിലവർക്ക് അമർഷം നേരിട്ടു. രോഗികളായ ജനങ്ങളെ സൗഖ്യമാക്കി, മരിച്ചവർക്ക് ജീവൻ നൽകി, അന്ധന് കാഴ്ച നൽകി, ബധിരന് കേൾവി നൽകി. ഇങ്ങനെ ജനത്തെ കർത്താവ് തൻ്റെ വിശ്വാസത്തിൻ്റെ ബലത്തിൽ കൂടെ നിർത്തി. അങ്ങനെ ജനങ്ങളുടെ വിശ്വാസം ക്രിസ്തുവിലായി. അത് യഹൂദന്മാർക്ക് വലിയൊരു തലവേദനയും പ്രയാസമായി തീർന്നു. ജനങ്ങൾ, അതായത് യഹൂദന്മാർ, പരീശന്മാരെയും ശാസ്ത്രിമാരെയും അംഗീകരിക്കാതെ അവഗണിക്കാൻ തുടങ്ങി. അതവർക്ക് അതിലേറെ അമർഷമായി, വിദ്വേഷമായി, പകയായി. യഹൂദമത ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും വിമർശിച്ചു. അവരുടെ മതവിശ്വാസത്തിന് അത് ഭീഷണിയായി. അങ്ങനെ ആണ് യേശുവിനെ അവർ കൊല്ലുവാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയത്. എന്നാൽ വേദഗ്രന്ഥം പറയുന്നത് എന്താണ്? ബൈബിൾ പറയുന്നു, പാപികളായ മനുഷ്യരുടെ വിമോചനത്തിന് വേണ്ടി അവൻ യാഗമായി എന്നാണ്. എന്താണ് യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നത് എന്താണ്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കോണമാണ് ഈ ലോകത്തെ സ്നേഹിച്ചത്. അങ്ങനെ യേശുവിനെ ദൈവം ഈ ലോകത്തിൽ നൽകി പാപികളെ രക്ഷിപ്പാൻ. ഒരു മനുഷ്യനും നശിച്ചു പോകരുത്. ഈ ഭൂമിയിലെ സർവ്വ ജനത്തിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടി യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അവൻ ദൈവത്തിൻ്റെ വഴി അവർക്ക് തുറന്നു കൊടുത്തു. ദൈവരാജ്യം എല്ലാവർക്കും പ്രസംഗിച്ച് നടന്നു. അവൻ്റെ പ്രവൃത്തിയിൽ കൂടെ സൽപ്രവൃത്തികൾ എന്താണെന്ന് അവൻ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തു. എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടതെന്നുള്ളത് അവൻ്റെ പ്രവൃത്തിയാലും അവൻ്റെ വാക്കിനാലും കാണിച്ചു കൊടുത്തു. മറ്റൊന്ന്, അവൻ പറഞ്ഞു, എൻ്റെ പിതാവ് അനുവദിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് എന്നെ കൊല്ലുവാൻ കഴിയുകയില്ല. അത് ശാസ്ത്രിമാരോട് പറഞ്ഞു, പിലാത്തോസിനോടും പറഞ്ഞു. എൻ്റെ പിതാവ് അനുവദിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോഴും കർത്താവിന് അറിയാമായിരുന്നു താൻ ക്രൂശിക്കപ്പെടേണ്ടവൻ ആകുന്നുവെന്ന്. ദൈവ നിയോഗമാണ് യേശുവിൻ്റെ ക്രൂശ് മരണമെന്ന് തിരുവചനം പറയുന്നു. ഇതിനെല്ലാം കാരണം എന്താണ്? രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപമോചനമില്ല. അതാണ് വേദപുസ്തകത്തിൽ ആദ്യ അവസാനം പറയുന്നത്. മുമ്പ് കാളകളെയാണ് വെട്ടിക്കൊന്ന് അതിൻ്റെ രക്തമെടുത്ത് ആ രക്തം മൂലമാണ് പാപമോചനം നടത്തിയിരുന്നതെങ്കിൽ അതിനൊരു പരിസമാപ്തി കുറിക്കുവാൻ എന്നേക്കും നമ്മുടെ പാപങ്ങളെ മോചിപ്പിച്ച് നമ്മളെ ദൈവത്തിലേക്ക് പരിശുദ്ധാത്മാവ് മുഖേന നിലനിർത്തുവാൻ തക്കവണ്ണം രക്ഷിക്കേണ്ടതിന് കർത്താവ് ആ കൃത്യം ചെയ്തു. ഏത് കൃത്യം? രക്തം ചൊരിഞ്ഞു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ
പാപമോചനമില്ല. അതുകൊണ്ടാണ് യേശു തന്നെത്താൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.